ദൈവനാമം മഹത്വപ്പെടട്ടെ. പ്രിയരെ, വിശ്വാസത്താൽ ഹൃദയം കൊണ്ട് ആത്മാവിൽ സഞ്ചരിക്കുന്നു, നടക്കുന്നു. ഇതാണ് ക്രിസ്തുവിനുള്ളിലായ പുതിയ സൃഷ്ടിയായ ദൈവപുത്രനായി വെളിപ്പെട്ട ഒരു വ്യക്തിയുടെ ലക്ഷണം. പഴയ സൃഷ്ടി പാടെ ഉപേക്ഷിക്കണം, പുതിയ സൃഷ്ടിയെ ധരിക്കണം. പഴയ സൃഷ്ടി കാഴ്ചയാൽ നടക്കുന്നു, പുതിയ സൃഷ്ടി വിശ്വാസത്താൽ നടക്കുന്നു. എക്സാമ്പിളായിട്ട് പറയുവാണെങ്കിൽ, സ്പോഞ്ച് വെള്ളത്ത് ഇട്ടാൽ അത് നിറഞ്ഞ് അത് കൊണ്ടുപോകുന്നിടത്തെല്ലാം വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കും. അതേപോലെ നാം ദൈവത്തിൽ മുങ്ങിപ്പൊങ്ങണം. എവിടെ പോയാലും നമ്മിൽ നിന്നും ദൈവം ഒഴുകണം. നമ്മുടെ വായിലൂടെ ദൈവം ഒഴുകണം, നാവിലൂടെ ദൈവം ഒഴുകണം, കയ്യിലൂടെ ദൈവം ഒഴുകി ഇറങ്ങണം, ഭൂമിയിലേക്ക് ഇറങ്ങണം. കാലിലൂടെ ദൈവം ഒഴുകി ഇറങ്ങണം, കണ്ണിലൂടെ ദൈവം ഒഴുകി ഇറങ്ങണം, ചെവിയിലൂടെ ദൈവം ഒഴുകി ഇറങ്ങണം. അപ്പോസ്തലപ്രവൃത്തി 17:28 നമുക്ക് കാണാം. ദൈവത്തിലല്ലോ നാം ജീവിക്കുകയും ചരിക്കുകയും ഇരിക്കുകയും ചെയ്യുന്നത്. വൈസ് വേഴ്സ, അതെ, അപ്രകാരം പറയുവാണെങ്കിൽ യേശുവും ദൈവവും എൻ്റെ അകത്തുണ്ട്. നാം ദൈവരാജ്യമായി അത് ഭൂമിയിൽ വെളിപ്പെടണം. ഞാൻ ദൈവത്തിൽ ക്രിസ്തുവിനുള്ളിൽ ഒന്നാകണം. പിതാവിനെ ഭൂമിയിൽ വെളിപ്പെടുത്തണം. ക്രിസ്തുവിൽ ദൈവത്തിൽ ഒന്നായി തീരുന്ന അനുഭവത്തിലേക്ക് നമുക്ക് വരുവാനായിട്ട് കഴിയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ കാണുന്നത് പോലെ കുഞ്ഞ് ഉരുവായി നാൾക്ക് നാൾ വളർന്ന് പുതുക്കം പ്രാപിച്ച് ഒരു മേൻ ചൈൽഡിനെ ആണ് ആ സ്ത്രീ പ്രസവിക്കുന്നത്. നമ്മിൽ ക്രിസ്ത്യാനുരൂപം എഴുന്നേൽക്കേണ്ട സമയമായി. ഒരിക്കൽ യേശു ശിഷ്യന്മാരുമായി തോണിയിൽ യാത്ര ചെയ്യുകയാണ്. അപ്രതീക്ഷിതമായി കൊടുങ്കാറ്റ് വന്നപ്പോൾ ശിഷ്യന്മാർ ഭയപരവശരായി നിലവിളിച്ചു. ഉറക്കത്തിലായിരുന്ന യേശുവിനെ എഴുന്നേൽപ്പിച്ചു. അപ്രകാരം ഞാനാകുന്ന തോണിയിൽ ഉറങ്ങിക്കിടക്കുന്ന ക്രിസ്ത്യാനുരൂപൻ അകത്തു നിന്നും എഴുന്നേൽക്കണം. 2 കൊരിന്ത്യർ 4-ാം അധ്യായം 16 മുതൽ 18 വരെയുള്ള ഭാഗങ്ങളിൽ നമുക്ക് ഇപ്രകാരം കാണാം. അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ, ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു എങ്കിലും ഞങ്ങളുടെ അകമേയുള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു. നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിൻ്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. കാണുന്നതിനെ അല്ല, കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. നമ്മുടെ അകത്തെ മനുഷ്യൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു, നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു. കാണുന്നത് താൽക്കാലികമാണ് പ്രിയരെ, കാണാത്തതോ നിത്യം. നാം ലോകത്തിൽ നിന്ന്, ആദാമ്യ പാപത്തിൽ നിന്ന്, പഴയതിൽ നിന്ന് നാം അകത്തേക്ക് കയറി വരണം. നമ്മുടെ ചിന്ത, മനോഭാവം, വികാരം ദൈവത്തോട് ചേരണം. അകത്ത് ദൈവം ഇട്ട വിത്ത് ക്രിസ്ത്യാനുരൂപൻ, അതെ, ദൈവാനുരൂപൻ, ആ കുഞ്ഞ് അകത്തുള്ളവൻ ആ ജയാളിയായി ഉരുവായി വളർന്ന് വളർന്ന് മേൻ ചൈൽഡായി എന്ന് വെളിപ്പാട് പുസ്തകം 12-ൽ പറയുന്നത് പോലെ അവിടെയാണ് ദൈവം നമ്മിലൂടെ, നമ്മുടെ അവയവങ്ങളിലൂടെ ഒഴുകി ഭൂമിയിലേക്ക് ദൈവരാജ്യമായ ഞാൻ ഭൂമിയിൽ വെളിപ്പെടുന്നത്. അവിടെയാണ് ഇമ്മാനുവൽ ഫംഗ്ഷൻ്റെ പൂർണ്ണത ലോകം കാണുവാനായിട്ട് ഇടയാകുന്നത്. പ്രിയരെ, നമ്മുടെ സ്വർഗസ്ഥ പിതാവ് മുഴുവൻ ലോകം നിറഞ്ഞു നിൽക്കുന്ന ദൈവമാണ്. ആ ദൈവത്തിലാണ് നാം ജീവിക്കുകയും ചരിക്കുകയും ഇരിക്കുകയും ചെയ്യുന്നത്. ആ ദൈവത്തിന് ഒരേ സമയം സകല മനുഷ്യരെയും
അവർ ആയിരിക്കുന്ന അവസ്ഥയിൽ കാണാനാകുന്നു. ഭൂമിയിലെ സകല വെള്ളങ്ങളെയും കൈക്കുമ്പിളിൽ ഒതുക്കുവാനാകുന്നു. ഭൂമിയിലെ സകല പൊടിയെയും നാഴിയിൽ അളക്കുവാനായിട്ട് കഴിയുന്നു. അതെ, നമ്മുടെ ദൈവം സർവശക്തനാണ്, സർവജ്ഞാനിയാണ്, സർവവ്യാപിയാണ്, സമ്പൂർണനാണ്. സർവശക്തനാണല്ലോ എൻ്റെ ദൈവം, ഇല്ല സാധ്യമായൊന്നുമില്ല. സർവശക്തനാണല്ലോ എൻ്റെ ദൈവം, ഇല്ലില്ല സാധ്യമായൊന്നുമില്ല. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ, എന്താനന്ദം. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ, എന്താനന്ദം. യഹോവ എന്നെ സൗഖ്യമാക്കും. ശമ്മാ യഹോവ എന്നും അവനുണ്ട്. യഹോവ എന്നെ സൗഖ്യമാക്കും. ശമ്മാ യഹോവ എങ്ങും അവനുണ്ട്. ഈ ദൈവം എൻ്റെ ദൈവം, എൻ പിതാവല്ലോ, എന്താനന്ദം. ഈ ദൈവം എൻ്റെ ദൈവം, എൻ പിതാവല്ലോ, എന്താനന്ദം. സർവശക്തനാണല്ലോ എൻ്റെ ദൈവം, ഇല്ലില്ല സാധ്യമായൊന്നുമില്ല. സർവശക്തനാണല്ലോ എൻ്റെ ദൈവം, ഇല്ലില്ല സാധ്യമായൊന്നുമില്ല. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ, എന്താനന്ദം. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ, എന്താനന്ദം. പ്രിയരെ, നമുക്കറിയാം ദൈവം സ്നേഹം തന്നെയാണ്. അളവില്ലാത്ത, അതിരില്ലാത്ത സ്നേഹം. ദൈവത്തിൻ്റെ സ്നേഹം പരിധിയില്ലാത്തതാണ്. എന്നാൽ നാം പരിധിയുള്ളവരാണ്, അതിരുള്ളവരാണ്. നമ്മിൽ ദൈവം തന്ന് നിറയ്ക്കുന്നത്, ദൈവത്തിൽ നിന്ന് നമ്മെ നിറച്ചിട്ട് നമ്മിൽ നിന്നും ഉതിർന്നു വരുന്ന ആ സ്നേഹം ആണ് യഥാർത്ഥ ദൈവസ്നേഹം. ദൈവം തന്നിട്ട് ദൈവത്താൽ അത് ഒഴുകണം. അപ്രകാരം വിശ്വാസം, ദൈവത്തിൻ്റെ വിശ്വാസം കൊണ്ട് ഞാൻ അറിഞ്ഞു. എൻ്റെ വിശ്വാസം മിഥ്യയാണ്, എൻ്റെ വിശ്വാസം പൊള്ളത്തരമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വിശ്വാസം കൊണ്ട് എന്നെ നിറച്ചിട്ട് ദൈവം ആ വിശ്വാസത്താൽ എന്നിൽ വെളിപ്പെടണം. ആ പ്രത്യാശ ദൈവം എനിക്ക് തന്നിട്ട് ആ ഒരു പ്രത്യാശ എന്നിലൂടെ ദൈവം വെളിപ്പെടുത്തണം. അതുപോലെ ആ വിശുദ്ധിയെ തികച്ചു തന്നെ നിൽക്കണം. ആ വിശുദ്ധി ദൈവത്തിന് ഇഷ്ടമാണ്. ദൈവത്തിൻ്റെ വിശുദ്ധിയിൽ മാത്രമാണ് കടന്നു വരുവാനായിട്ട് സാധിക്കുന്നത്. നമ്മിൽ ദൈവത്തിൻ്റെ സൽഗുണങ്ങൾ കൊണ്ട് നിറയണം. ആത്മാവിൻ്റെ ഫലങ്ങൾ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം, ഇതൊക്കെയും നമ്മിലൂടെ ദൈവത്താൽ ഒഴുകിയിറങ്ങണം. അതാണ് യഥാർത്ഥ ദൈവസ്നേഹം എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഫലങ്ങൾ, അതാണ് ഫലങ്ങൾ നമ്മിലൂടെ പുറത്തു വന്നാൽ മാത്രമേ ആ ക്രിസ്ത്യാനുരൂപൻ നമ്മിൽ വെളിപ്പെടത്തുള്ളൂ. അതാണ് ഏറ്റവും ഉത്തമമായിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, പ്രിയരെ, ഞാൻ ചോദിക്കട്ടെ, യഥാർത്ഥ സുവിശേഷം എന്ന് പറയുന്നത് പാപം ചെയ്യുന്നവനെ പാപം ചെയ്യാത്തവനാക്കി മാറ്റുക. ഇതാണ് ദൈവം എന്നെ പഠിപ്പിച്ച യഥാർത്ഥ സുവിശേഷം. ഇത് എൻ്റെ അനുഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 1 യോഹന്നാൻ 3:9 നമുക്ക് കാണാം,
ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല. അവൻ്റെ വിത്ത് അവനിൽ വസിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചതിനാൽ അവന് പാപം ചെയ്യുവാൻ കഴിയുകയുമില്ല. ഇത് യാഥാർത്ഥ്യമാണ് പ്രിയരെ. ആ ജീവിതത്തിലേക്ക് അത് ഒഴുകി ഇറങ്ങുന്നതായിട്ട് നമുക്ക് വ്യക്തമായിട്ടും ആ ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരു വ്യക്തിക്ക് അനുഭവിച്ച് അറിയുവാനായിട്ട് സാധിക്കും. ഒരു ട്രെയിൻ ഇപ്പോൾ എൻജിൻ പോകുന്നിടത്തൊക്കെയും ആ ബോഗീസ് എല്ലാം കൂടെ പോകും. ക്രിസ്തു പോകുന്നിടത്ത് ശരീരത്തിൻ്റെ അവയവമായ നാമം പോകും. ആ യേശുവിനെ അനുഗമിച്ചാണ് ലക്ഷ്യസ്ഥാനമായ സ്വർഗസ്ഥ പിതാവിൻ്റെ അടുക്കലേക്ക് നാം എത്തേണ്ടത്. ആ ദൈവത്തിൻ്റെ വിത്ത് എൻ്റെ അകത്ത് വളരണം. ഒരിടത്തും വീണുപോകാത്ത മനുഷ്യനായ ഭൂമിയിൽ പിതാവായ ദൈവം അയച്ച യേശു കർത്താവ് ഭൂമിയിൽ ജയാളിയായി. ആ യേശു കർത്താവ് അവസാനത്തോളം സഹിച്ചു നിന്നു. മരണപര്യന്തം വിശ്വസ്തനായി. പ്രാണത്യാഗത്തോളം പാപത്തോട് എതിർത്ത് നിന്നു. ആ ജയാളിയായ യേശുവിലാണ് നാം ചാരേണ്ടത്. യേശുവിനുള്ളിലായ നാം ദൈവത്തിൽ നാം ജയാളിയാണ്. ജയത്തോടെ നാം സകലത്തിലും പുറത്തു വരുവാൻ നമുക്ക് സാധിക്കും. ദൈവം അത് നമ്മിൽ ചെയ്തെടുക്കുക തന്നെ ചെയ്യും. എൻ്റെ അകത്ത് പാപം ചെയ്യാൻ കഴിയാത്ത മനുഷ്യരുണ്ട്. അത് നമ്മിൽ വെളിപ്പെട്ടു വരും. അതിനുവേണ്ടി നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാമോ പ്രിയ സഹോദരങ്ങളെ? കാരണം നാം എത്തേണ്ട ഒരിടമുണ്ട്. അപ്പോൾ അവിടെ എന്നെ എത്തിച്ചതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഈ ഒരു ലക്ഷ്യസ്ഥാനത്തെക്കുറിച്ച് അറിയുവാനും ആ ഒരു തലത്തിൽ ഒരു ഉയർന്ന അസാധാരണ ലെവലിൽ എത്തിച്ചേർന്ന് ആ ഒരു സത്യത്തെ തിരിച്ചറിഞ്ഞ് ആ അനാദി മർമ്മത്തെ വെളിപ്പെടുത്തിയ ദൈവത്തിന് ഞാൻ നന്ദിയോടെ സ്തുതിക്കുകയാണ്. ആ സ്ഥലം ദൈവം എനിക്കായി ഒരുക്കിയ സ്ഥലമായിരുന്നു. അവിടേക്ക് ഞാൻ നിങ്ങളെയും ക്ഷണിക്കുകയാണ്. നിങ്ങളിത് വൃഥാവായിട്ട് ഒരിക്കലും കണക്കാക്കരുത്. നാം എത്തേണ്ട ഒരിടം ദൈവം എനിക്ക് കാണിച്ചു തന്നു. നമ്മുടെ ലക്ഷ്യം എന്താണ്, നമ്മുടെ ഉദ്ദേശം എന്താണ്, ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ഇഷ്ടം എന്താണ് എന്ന് ക്ലിയർ കട്ട് എവിഡൻസോടുകൂടെ വചനപ്രകാരം മാത്രം സത്യം മാത്രം വെളിപ്പെടുത്തിക്കൊണ്ട് ഇതുവരെ നമുക്ക് മറഞ്ഞിരുന്ന അനാദിമർമ്മം ദൈവം നമുക്ക് വെളിപ്പെടുത്തി നമ്മെ ആളുമാറ്റി പാപം ചെയ്യാത്ത മനുഷ്യനാക്കി നമ്മെ മാറ്റുവാൻ മേൻ ചൈൽഡ് ക്രിസ്ത്യാനുരൂപൻ നമ്മിൽ നിന്ന് വെളിപ്പെട്ട് ദൈവരാജ്യം ഭൂമിയിലേക്ക് വെളിപ്പെട്ട് ഇമ്മാനുവൽ ഫംഗ്ഷൻ നമ്മിൽ നടക്കുവാൻ, ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മിൽ ചെയ്തെടുക്കുവാൻ ദൈവത്തിന് അതിയായ താല്പര്യമുണ്ട്. അതിലേക്കാണ് ദൈവം നമ്മെ ഒരുക്കുന്നത്. ദൈവ കുടുംബമാക്കി തീർക്കുവാൻ യേശു കർത്താവിനെ അനുഗമിച്ച് നമുക്ക് യാത്ര ചെയ്യാം. ആ നമ്മെ യഥാർത്ഥ സത്യം അറിയിച്ച് ലക്ഷ്യസ്ഥാനത്തെത്തിക്കുന്നു. ചോയ്സ് നമ്മുടേതാണ്. വിലയേറിയ നിധി നഷ്ടപ്പെടുത്തരുത്. ബന്ധപ്പെടേണ്ട നമ്പർ ഞാൻ ചുവടെ ചേർക്കുന്നു. നിങ്ങൾ അതുമായിട്ട് ബന്ധപ്പെടണം. ഈ ധ്യാന യോഗത്തിൽ പങ്കെടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാകത്തുള്ളൂ. നമ്മൾ എത്ര തന്നെ പറഞ്ഞാലും ആ ഒരു കാഴ്ചപ്പാടിലേക്ക് നമുക്ക് വരുവാനായിട്ട് കഴിയില്ല. അതുകൊണ്ട് 6 ദിവസത്തെ ധ്യാനത്തിലേക്ക് നിങ്ങളെ പങ്കെടുക്കുവാനായിട്ട് ഞാൻ ക്ഷണിക്കുവാണ്. എൻ്റെ പ്രിയ സഹോദരങ്ങളോട് ആ യാഥാർത്ഥ്യം അറിഞ്ഞ് ദൈവത്തോട് യഥാർത്ഥ ലക്ഷ്യത്തിൽ നാം എത്തിച്ചേരുവാൻ തക്കവണ്ണം ദൈവം നമ്മെ ഓരോ മക്കളെയും ഒരുക്കട്ടെ. ആ ധ്യാനയോഗം മെയ് 5 മുതൽ 10 വരെയാണ്. 6 ദിവസത്തേക്കും വെറും 500 രൂപ മാത്രമാണ്. 6 ദിവസത്തെയും ഫുഡും അക്കോമഡേഷനും ഒക്കെയും അവിടെ റെഡിയാണ്. ദൈവം നമ്മെ ഓരോ മക്കളെയും ഒരുക്കട്ടെ. നമ്മുടെ ഉദ്ദേശം മനസ്സിലാക്കി നമുക്ക് യേശു ക്രിസ്തുവിൻ്റെ പിന്നാലെ യാത്ര ചെയ്യാം, ലക്ഷ്യസ്ഥാനത്തെത്താം. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. മേ ഗോഡ് ബ്ലസ് യു. ഗ്ലോറി ടു ഗോഡ്.